തേരേ ഇഷ്ക് മേ. എനിക്ക് ഈ സിനിമയെ പറ്റി എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്കിത് പേഴ്സണലി ഒരു ടോക്സിക്, ഇന്റൻസ്, ഒരു വല്ലാത്തൊരു ലവ് സ്റ്റോറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇന്റൻസ് ആണ്, ഹാർട്ട് ബ്രേക്കിംഗ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്, ടോക്സിക് ആണ്, കണക്റ്റിംഗ് ആണ്, പക്ഷെ ഇൻ ദ സെയിം വേ കൺഫ്യൂസിംഗ് ആണ്, ലോജിക്കലെസ് ആണ്, മെസ്സി ആണ്. എനിക്ക് ഈ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വല്ലാത്തൊരു ഡാർക്ക് ആൻഡ് ട്രൊമാറ്റിക് രീതിയിലൊരു ഫീലാണ് കിട്ടിയത്. 3 മണിക്കൂറാണ് സിനിമയുടെ റൺ ടൈം. ആ ഒരു 3 മണിക്കൂറിൽ 30% മാത്രമാണ് ഹാർട്ട് ഫെൽറ്റ് അല്ലെങ്കിൽ കുറച്ച് രസകരമായ കുറച്ച് മൊമെന്റ്സ്. ബാക്കിയുള്ള 70%വും ഭയങ്കര വേദന, ഭയങ്കര പെയിനോടെയാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എനിക്കൊരു പഴയ ഓൾഡ് ഏജ് ബോളിവുഡ് സിനിമകളൊക്കെയാണ് ഈ സിനിമയുടെ ഓർമ്മ വന്നത്. ഒരു ടോക്സിക് ബോയ് ഫ്രണ്ടിന്റെ വേദന എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ ടോക്സിക് ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആനിമൽ രൺബീർ കപൂർ ഒന്നുമല്ല, ഇത് അത്യാവശ്യം നമുക്ക് കണക്ട് ആവുന്നതും റിലേറ്റ് ആവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതിനകത്ത് ധനുഷ് ചെയ്തു വെച്ചിരിക്കുന്നത്. ശങ്കർ ആണ് ആ ഒരു ക്യാരക്ടറിന്റെ പേര്. ചിലപ്പോൾ ശങ്കറിന്റെ ആ ഒരു വളർന്നു വന്നതിന്റെ സാഹചര്യം ആയിരിക്കാം, കുട്ടിക്കാലത്ത് കുറച്ച് ട്രോമയൊക്കെ ആയിരിക്കാം. ഏതായാലും നമുക്ക് ആ ഒരു ക്യാരക്ടറിന്റെ കണക്ട് ആവും. അതുകൊണ്ട് കൂടെ തന്നെയാണ് നമുക്ക് ഈ സിനിമ അവസാനം വരെ കണക്ട് ആയി റിലേറ്റ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നത്. ഈ 3 മണിക്കൂറാണെങ്കിലും. കൃതി സനോന്റെ ക്യാരക്ടർ മുക്തി അത്യാവശ്യം കുറച്ച് പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ആ പോയിന്റ്സ് ഒക്കെ വളരെ നല്ല ഫാക്റ്റ് ആണ്. പക്ഷെ മുക്തി എന്ന ക്യാരക്ടർ ചെയ്യുന്ന പ്രവൃത്തികൾ അത്ര അങ്ങോട്ട് കണക്ട് ആവില്ല. ഒന്നാമത് ആ ഒരു ക്യാരക്ടർ ഹാഫ് ബേക്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ കൂടെ ആയതുകൊണ്ട് നമുക്ക് ആ ക്യാരക്ടർ അത്ര ലൈക്കബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാ പോലും എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് റൈറ്റിംഗിൽ ഒരുപാട് ഫ്ലോസ് ഉണ്ട് ഈ സിനിമയിൽ. സ്ക്രീൻ പ്ലേ ഇടക്ക് വെച്ച് പ്രിഡിക്റ്റബിൾ ആണ്. അതേപോലെ ഇടക്ക് വെച്ച് ആ ട്രെയിലറിൽ കണ്ട പോലെ ഇന്റൻസ് റിവഞ്ച്, ഭയങ്കര ഡ്രാമയൊക്കെ നടക്കുന്ന കുറെ സംഭവങ്ങൾ, അങ്ങനത്തെ കുറെ ഇന്റൻസ് മൊമെന്റ്സ്. അതേപോലെ ഇടക്ക് വെച്ച് സിനിമയ്ക്ക് ഏത് വഴിക്ക് സഞ്ചരിക്കണം അല്ലെങ്കിൽ ഇടക്ക് സ്റ്റക്കായി പോയ കുറെ അവസ്ഥ പോലെ ഈ സിനിമയുടെ സ്റ്റോറി ടെല്ലിങ്ങിലുണ്ട്. ഇതിനെയൊക്കെ ഒന്ന് അടക്കി പിടിക്കുന്നത് ഇതിന്റെ ആ പവർ ഹൗസ് ഇവരുടെ പെർഫോമൻസസും, അതേപോലെ ഇതിന്റെ ഇന്റൻസ് ടോക്സിക് ആ ഒരു പ്ലോട്ടും, അതേപോലെ ആനന്ദ് എൽറായിന്റെ ഡയറക്ഷനും. ധനുഷ് ശങ്കർ എന്ന ക്യാരക്ടറായിട്ട് പെർഫോം ചെയ്ത രീതി, ആ ഒരു സഫക്കേറ്റിംഗ്, ദേഷ്യം, വിഷമം, ആ ഒരു വൾണറബിലിറ്റി, ആ ഒരു ക്യാരക്ടർ എന്തൊരു ഭംഗിയായിട്ടാണ് പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രയും എഫേർട്ട്ലെസ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും ധനുഷിന്റെ പെർഫോമൻസ് കണ്ട് നമുക്ക് ആ ഒരു ക്യാരക്ടർ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അത് ഏറ്റവും വലിയ നല്ല കാര്യമായിട്ട് തോന്നി. ധനുഷ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ ആയിട്ട് തന്നെ കണക്കാക്കാം. അത് മാത്രമല്ല, ധനുഷിന് തന്നെ ആനന്ദ് എൽറായിയുടെ സിനിമകൾ കാണാൻ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ്, നല്ലൊരു ഭംഗി തന്നെയാണ്. പിന്നെ കൃതി സനോൻ കട്ടയ്ക്ക് ധനുഷിനോട് നിന്നിട്ടുണ്ട്. ധനുഷിനോട് കട്ടയ്ക്ക് നിന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭയങ്കര കോംപ്ലക്സ് ക്യാരക്ടർ, രണ്ടുപേരുടെ കോംപ്ലക്സ് ക്യാരക്ടറാണ്. ഈ കൃതി സനോൻ ആണെങ്കിലും ആ കോംപ്ലക്സ് ക്യാരക്ടർ ഭയങ്കര വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും ആ ഒരു ക്യാരക്ടർ അത്ര ലൈക്കബിൾ അല്ലെങ്കിലും കണക്ട് ആവുന്നില്ലെങ്കിലും കൃതി സനോന്റെ പെർഫോമൻസ് കിടിലനായിരുന്നു. ഇനിയും ഇങ്ങനത്തെ നല്ല കിടില റോൾസ് ചെയ്യട്ടെ. ടൈഗർ ഷ്രോഫിന്റെ കൂടെ അലമ്പ് പടങ്ങൾ പോലും ചെയ്യല്ലേ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ബാക്ക് ബോൺ ആണ്, വലിയൊരു കരുത്ത് തന്നെയാണ്. പ്രകാശ് രാജ് ധനുഷിന്റെ അച്ഛന്റെ വേഷം നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും പാവം തോന്നും ചില സാഹചര്യം കാണുമ്പോൾ. നമുക്ക് വിചാരിക്കും അയ്യോ പാവം. അതേപോലെ കൃതി സനോന്റെ അച്ഛന്റെ വേഷം ചെയ്ത ആ ഒരു ആക്ടർ പോലും നന്ന കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഈ കൃതി സനോന്റെ അച്ഛന്റെയും പ്രകാശ് രാജിന്റെയും ധനുഷിന്റെയും ഒരു സീനുണ്ട്. അത് കിടിലൻ സീനായിരുന്നു. അത് അങ്ങനെ 1-2 സീനുണ്ട്, അതെല്ലാം ഭയങ്കര ഇമോഷണലി ചാർജ്ഡ് ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ റിട്ടേൺ ബൈ ഹിമാൻഷു ആൻഡ് നീരജ്. ഇവരുടെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഇവരുടെ സ്ക്രിപ്റ്റ് ഭയങ്കര ഹാഫ് ബേക്ഡ് ആണ്. കുറെയൊക്കെ ഇവര് മനസ്സിൽ കൂട്ടിയിട്ടുണ്ടായി, പക്ഷെ അതിൽ പാതി ഇവർക്ക് നടക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഈ സിനിമ കൈവിട്ട് പോകേണ്ട കുറെ നിമിഷങ്ങളുണ്ട്. പടത്തിന്റെ ആ ഒരു കണ്ടന്റ് നിന്ന് മാറി ഭയങ്കര പ്രഡിക്റ്റബിൾ ആയി പോകേണ്ട കുറെ നിമിഷങ്ങളുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒന്നൊരു ബാലൻസോടെ നമ്മൾ ഓഡിയൻസിനെ ഒരു ടോർച്ചറായി മാറാതെ നമ്മളെ സഹായിച്ചത് ഇതിന്റെ ഡയറക്ടർ ആനന്ദ് എൽറായ് തന്നെയാണ്. ഈ സിനിമ ഭയങ്കര ഡ്രാമാറ്റിക് ആയി പോകേണ്ടതായിരുന്നു, കൈവിട്ടു പോയി നശിച്ചു പോകേണ്ടതായിരുന്നു, ശരിക്കും പറഞ്ഞാൽ കൈവിട്ടു പോകേണ്ടതായിരുന്നു. പക്ഷെ ഇതെല്ലാം ഒരു നല്ലൊരു ബാലൻസോടെ നല്ലൊരു മീറ്ററിൽ തന്നെ കൊണ്ടുപോയത് ആനന്ദ് എൽറായുടെ നല്ല മെനക്കുള്ള ഡയറക്ഷനാണ്. എല്ലാം നല്ല മെനക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ഏറ്റവും നല്ലൊരു കമന്റബിൾ സംഭവമായിട്ട് തന്നെ തോന്നി. ഞാൻ ഏതായാലും ആനന്ദ് എൽറായുടെ വലിയൊരു ഫാൻ തന്നെയാണ്. ഞാൻ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. എനിക്ക് മോസ്റ്റ്ലി ഉള്ള സിനിമകളെല്ലാം വർക്ക് ആവാറുള്ളത്. ഇതും എനിക്ക് അത്യാവശ്യം വർക്കായി. ഈ സിനിമയ്ക്ക് അത്യാവശ്യം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ബട്ട് ഇൻ ദി എൻഡ് എനിക്കത് കണക്റ്റായി വർക്കായി.
പിന്നെ മ്യൂസിക്, വിഷ്വൽസ്, നമ്മുടെ കളർ ടോൺ എല്ലാം നല്ല രസമുണ്ടായി. ഒരു യൂഷ്വൽ ഒരു അത്രങ്കിറെ കണ്ടുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിനകത്ത് ടെക്നിക്കൽ ടീം ഫോളോ ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ടായി. മ്യൂസിക് എ റഹ്മാന്റെ, ഇവർ രണ്ടുപേരും ആനന്ദൽ റായും എ റഹ്മാനും കുറെ സിനിമകൾ കൊളാബ് ചെയ്തിട്ടുണ്ട്, രഞ്ജന, അത്തരംഗീറെ. പക്ഷെ ഈ ഒരു സിനിമയാണ് എനിക്ക് ഏറ്റവും വീക്കസ്റ്റ് ആൽബം ആയിട്ട് ഫീൽ ചെയ്തത്. ഭയങ്കര വീക്കായിട്ട് തോന്നി. ഒന്നാമത് തേരെ ഇഷ്ക് മേ, അതായത് എനിക്ക് ആ ഒരു ആൽബത്തിൽ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയ പാട്ട്, ആ പാട്ട് ഈ സിനിമയിലേ ഇല്ല. അത് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിട്ട് തോന്നിയായിരുന്നു. ഓക്കെ, ആ പാട്ടിന്റെ ചെറിയൊരു ഈണം അവിടെ ഇവിടെ കേൾക്കാം, പക്ഷെ എന്നാൽ പോലും ആ ഒരു പാട്ട് കംപ്ലീറ്റ്ലി ഇല്ലായിരുന്നു. അത് അവർക്ക് അവസാനത്തെ ആ എൻ ക്രെഡിറ്റ്സിലെങ്കിലും ഇടായിരുന്നു എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഇതിന്റെ വിഷ്വൽസ് നല്ല രസമായിരുന്നു. ഇങ്ങനെ വിഷ്വലി നല്ല പ്ലീസിങ് ആയിരുന്നു. എഡിറ്റിംഗ് കുറച്ചുകൂടെ ടൈറ്റ് ആക്കാനും തോന്നി. എനിക്ക് അങ്ങനെ ലാഗ് ഫീൽ ചെയ്തില്ലെങ്കിൽ പോലും ആ ഒരു ലെങ്ത് അത്യാവശ്യം ഉണ്ട്. കുറച്ചും കൂടെ അവർക്ക് കട്ട് ചെയ്ത് കുറയ്ക്കായിരുന്നു എന്ന് ഒരു അഭിപ്രായമുണ്ട്. ഒരു ഇന്റൻസ്, എൻഗേജിങ്, ടോക്സിക് ലവ് സ്റ്റോറിയാണ് തേരെ ഇഷ്ക് മേ. കണ്ടു നോക്കൂ. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അബി റിവീൽസ്.